എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS ബ്ലോഗ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് അമ്മ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വടക്കൻ കേരളത്തിലുള്ള ഒരു പ്രത്യേക തരം രസമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ തക്കാളി എങ്ങനെയാണ് നാം ചേർക്കുന്നതെന്ന് അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ലവണ്ണം കൈകൊണ്ട് ഞവിടി പുഴിയണം. ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ്. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തതിനെ നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അതിൽ 2 പച്ചമുളകും കൂടെ നമുക്കിടണം. തക്കാളി വെന്ത് പാകമാകുമ്പോൾ അത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് മുമ്പേ നമുക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഉള്ളി, ജീരകമാണ് ഇതിൽ പ്രധാനമായിട്ട് ചേർക്കാനുള്ളത്. ജീരകം, പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസായ കുരുമുളക് 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് ചതച്ചെടുക്കണം, ഇടിഞ്ഞു പോകരുത്. എടുക്കണം. അതിനുശേഷം നമുക്കതിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇതുപോലെ ഇടിക്കണം. നമ്മുടെ തക്കാളി അതായത് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെച്ച് ഒരു മൂടി കൊണ്ട് മൂടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. കടുക് പൊട്ടിക്കുന്നതിനായി നമുക്ക് ആദ്യം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, കടുകും മുളകും ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ അതിൽ ചേർത്ത് മൂപ്പിക്കാം. ഇനി നമുക്കതിൽ ഈ ചേരുവകൾ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൽ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി മാറ്റാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിൽ ലേശം എണ്ണ ഒഴിച്ച് തന്നെ ഇൻഗ്രീഡിയൻസായ വെളുത്തുള്ളിയും കായവും നമുക്ക് മൂപ്പിച്ചതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴാണ് പ്രത്യേകമായിട്ടുള്ള ഒരു രുചി വരുന്നത്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലിട്ട് കൊടുക്കാം. വെളുത്തുള്ളി
അവസാനം ചേർത്താൽ അതിന് നല്ല വാസന ഉണ്ടാവും. അപ്പം രസത്തിന് പ്രത്യേക ഒരു രുചി വരും. വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വരണം. നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ രസത്തിൻ്റെ പ്രധാന ഐറ്റമായ കായപ്പൊടി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേക ഒരു രുചി വരും. കായ ആവശ്യത്തിന്. അതിനുശേഷം നമുക്കിതിൽ ഓരി ഇട്ട് കൊടുക്കാം. പ്രത്യേക മണവും സ്വാദും ഒക്കെ ഉണ്ടാകും. അവസാനം വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കായം മുതലായ സാധനങ്ങൾ നമ്മൾ ചേർക്കും. നമ്മുടെ വെറൈറ്റി രസം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും, എൻ്റെ എല്ലാ മക്കൾക്കും നന്ദി, നമസ്കാരം.